വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന KPSTA. ദേശീയ പ്രസ്ഥാനം വിദ്യാഭ്യാസ വകുപ്പ് നയിക്കണമെന്നാണ് ആഗ്രഹമെന്ന് KPSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി TU സാദത്ത് 24 പറഞ്ഞു. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു ദേശീയ പ്രസ്ഥാന നിലയിൽ അത് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് KPSTA ആവശ്യം. എന്ന് വെച്ചാൽ ഒരു സമര പോരാട്ടങ്ങളിൽ കുറേ നാളുകളായിട്ടുള്ള നമ്മൾ പ്രയാസങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തകർച്ചയുടെ വക്കീലാണ്. അതിന് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ദേശീയ പ്രസ്ഥാന നിലയിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ അതിൻ്റെ സംഘടനകൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിയുന്നതാണ്. ലീഗ് എടുത്താൽ മോശമൊന്നുമുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അവർ വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യും. പക്ഷേ ഞങ്ങളൊരു ആഗ്രഹമാണ്. കോൺഗ്രസ് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഘടകകക്ഷികൾക്കാണ് ഇത് നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ വിപിൻ. വിദ്യാഭ്യാസ വകുപ്പ് ഇപ്രാവശ്യവും മുസ്ലിം ലീഗിന് തന്നെ ആയിരിക്കുമോ എന്നുള്ള ചർച്ച മുന്നണിക്കുള്ളിൽ സജീവമായ ഒരു സമയത്താണ് കോൺഗ്രസിന്റെ അനുകൂല വിദ്യാഭ്യാസ സംഘടനയായിട്ടുള്ള KPSTA അവരുടെ നിലപാട് പറഞ്ഞിരിക്കുന്നത്. ആ നിലപാട് കോൺഗ്രസ് ഏറ്റെടുക്കണം വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും ഒരു ദേശീയ പ്രസ്ഥാനത്തിന് ചില കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. ഒപ്പം തന്നെ മുന്നണിയെ നയിക്കുന്ന ഒരു വകുപ്പ് മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അത് കോൺഗ്രസിന് മാത്രമായിരിക്കും അതിന് സാധിക്കുക. കോൺഗ്രസ് അത് ഏറ്റെടുക്കണം. CPM LDF അധികാരത്തിൽ വരുമ്പോൾ CPM ആണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ തന്നെ UDF അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ് ആയിരിക്കണം അത് മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ളത് പറയുന്നു. അത് ഏറ്റെടുക്കേണ്ടതെന്ന് പറയുന്നു. അത് ഇവരുടെ പത്തനംതിട്ട സംസ്ഥാന നേതൃ ക്യാമ്പിൽ തന്നെ ഇത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിയതായിരുന്നു. ഇപ്പോൾ ആ ചർച്ച വീണ്ടും സജീവമായ ഒരു സമയത്താണ് KPSTA അവരുടെ നിലപാട് പറയുന്നത്. അവരുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള TU സാദത്താണ് നമ്മോട് ഈ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ആവശ്യം KPSTA ഇന്നിപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ആ കൂടിക്കാഴ്ചയിലും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ മന്ത്രി കാര്യങ്ങളിലുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വരുന്നത്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കുകയില്ല. അത് ആവശ്യം ഉന്നയിക്കും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അക്കാര്യത്തിൽ കൂടി അതിൽ ഒരു ചർച്ച കൂടുതലായി നടക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.